ചെസ്. ഇത് അഞ്ചാമത്തെ ഗെയിമായിട്ടാണ് ഞാൻ അടുപ്പിച്ച് കളിക്കണം. വൈറ്റാ ബ്ലാക്കാണ്. യെസ് ഐ നോ. E4. എങ്ങോട്ടല്ലേ വരിക? അതാ എല്ലാവരും എന്താണ് ഇങ്ങനത്തെ ഓപ്പണിങ് കളിക്കണേ? ഇവർക്ക് അറിയാത്തതുകൊണ്ടാണോ അതോ മൈ ഗോഡ് ഓൻ എന്തോ യൂട്യൂബ് വീഡിയോ കണ്ടിരിക്കണം, എനിക്കത് മനസ്സിലായി. ഇനി ഒരു അടിയും കൂടി വന്നിട്ടുണ്ടല്ലോ എൻ്റെ താച്ച ശരിയാക്കാൻ ചേർക്കാം. എടുത്താണ് മിന്നോ. എന്താ എൻ്റെ ലക്ഷ്യം? എന്തോ ബിസാർ സാധനം കണ്ടു വന്നിക്കാണ് ആള്, അത് മനസ്സിലായി. ഓർ ഫസ്റ്റ് തന്നെ ബ്ലണ്ടർ ചെയ്തു. എന്തെന്നൊക്കെ പറയാല്ലേ, എന്തെന്നൊക്കെ വേണ്ട. ഐ ഡോണ്ട് നോ. അതാ ഞാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നില്ല. വെരി ഗുഡ്. അതാ ഹൈ ചങ്ങായ ടൈമില്ലല്ലേ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ എനിക്കറിയാമെന്ന് ഞാനായിട്ട് പോയേക്കന്നെ. പക്ഷെ ഞാൻ എന്താ ഇത് ചെങ്ങായേ, ഒരു ഗ്യാപ്പ് താടാ. ഇപ്പം എന്നെ ആരാന്ന് ഇപ്പം എൻ്റെ പൂതി. ഞാൻ അതിൻ്റെ എടുത്താൽ എന്താ ഈ കാട്ടുക? എന്താ കാട്ടുക? റൂക്ക് സാക്രിഫൈസോ? ഈ ആരാ റുക്കിനെ അറ്റാക്ക് ചെയ്യുക? എൻ്റെ ചെറുക്കന്മാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ. കിട്ടണതുകൊണ്ട് പോവുക തന്നെ, എല്ലാം നടക്കില്ല. ഇപ്പം എനിക്കെന്തോ ഭ്രാന്തുണ്ട്. ഞാൻ പിന്നെ ബ്ലണ്ടർ ചെയ്തോ? ഞാൻ ആരാ ബ്ലണ്ടർ മാസ്റ്റർ? ഓനത് കണ്ടുപിടിച്ചും ചെയ്തല്ലോ, ഓന് സമ്മതിക്കണം. ഞാൻ അതെന്താ വെറുതെ കൊടുക്കിയത് എനിക്ക്? ഇവിടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണോ? ഇതിനെ അറ്റാക്ക് ചെയ്യണോ? അതൊക്കെ പ്രൊട്ടക്റ്റഡാണ്. ഇത് പ്രൊട്ടക്റ്റഡാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്താലും ആ എടുക്കുവാന് അങ്ങനത്തെ ഒരു കേടുണ്ട്. പെട്ടെന്ന് എടുക്കടാ പ്ലീസ്, ചിന്തിക്കാതൊന്നും എടുക്കരുത്. എന്തിനാ നമുക്ക് ഇപ്പം തന്നെ ട്രേഡ് ചെയ്യണം? 9 മിനിറ്റ് 1 മിനിറ്റും നടക്കൂല. ട്രേഡ് ചെയ്താലോ നമ്മൾ പോയിൻ്റ് പിന്നിലാണേ. ഞാൻ പോയിൻ്റ് പിന്നിൽ, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. സാധനം ഭയങ്കര ഡേഞ്ചറാണ്, അതുകൊണ്ട് ട്രേഡ് ചെയ്തത് കേട്ടോ. ഇതിനൊന്നും എടുക്കടാ. ക്വീൻ കൊണ്ട് തന്നെ എടുക്കണം കേട്ടോ. ക്വീൻ കൊണ്ട് തന്നെ എടുക്കണം. അവരതൊന്നും ഡെവലപ്ഡല്ല. ഇപ്പോൾ ഇവിടെ ഈ സ്ക്വയർ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ ഒരു റുക്കിനെ വെച്ചാൽ മതി. ഓൻ തീർന്നു. അല്ല എന്നാലിപ്പോഴും അങ്ങനെ തന്നെ. അയ്യോ, ഓനെ പ്രൊട്ടക്റ്റ് ചെയ്തു അല്ലേ. ഇവിടെ നിൽക്കണ ഇഷ്ടമല്ല. ഇവിടെ ഈ സാധനത്തിന് ആരാ പ്രൊട്ടക്ഷൻ കൊടുക്കണം? ഇങ്ങനെ വരാനാണ്. ഇങ്ങനെ വരണം. ഇങ്ങനെ വന്ന് എന്തേലും മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ല എന്ന് പറയണേ. ഇതും ഡേഞ്ചറാണ്. എന്തത്? ഇവിടെ സാധനമില്ല, ഭയങ്കര പേടിയാണ് ഇല്ലേ. ഇത് സ്കോളർ മേറ്റാണ്, പക്ഷെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഓടുത്തു ചെക്കായി. ഞാൻ റുക്കിനെ കൊണ്ട് ചെക്കിനെ തടുത്തു.
ഓയ് പെട്ടെന്നാണ് ബല് കളിക്കണം. എനിക്ക് തോന്നുന്നുണ്ട് ബല് ഫോൺ കൊണ്ടായതുകൊണ്ടാണ്. എനിക്ക് ഈ ഫോണിന് എടുത്തൂടെ പൊട്ടാനല്ലേ, പൊട്ടാൻ തന്നെ പൊട്ടണമെന്നല്ല, എന്തുകൊണ്ടൊക്കെ വരുന്നുണ്ട് ഇനി. എല്ലാം തന്നെയാണ്. അതാ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. എന്താ ഞാൻ അങ്ങനെ മറക്കണത്? എന്താ അത്? അതും കണ്ടു. അതാ അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന സാധനം ഇതേ. വയ്യ ഫോൺ 5 പോയിൻ്റ് മുന്നിൽ. എനിക്കിപ്പോൾ ഇതിനെടുക്കാം, പക്ഷേ അതിനെ നീക്കി ഒരൊറ്റ ഒന്നും ഫ്രീ ആയിട്ട് തരുന്നില്ല. പിന്നെ ആരാ ചീറ്റി ഉണ്ടോ? ചെക്ക് മേറ്റ് ആവുമോ? അയ്യോ ഇതിനൊരു പ്രൊട്ടക്ഷനും ഇല്ല. പക്ഷെ അത് അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല നിലവിലത്തെ സാഹചര്യത്തിൽ എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ധൈര്യത്തിൽ അതിനെ അവിടെ നിർത്തിയത്. ഇപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് നീക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോകും. എല്ലാതും പ്രശ്നമാണ്, ഈ ലോകത്തെ എല്ലാതും പ്രശ്നമാണ്. ഇതിപ്പോൾ ഒരു ത്രെറ്റേ അല്ല, കാരണം അതിനെടുത്താലും എനിക്ക് ഇതുകൊണ്ട് എടുക്കാം. 5 പോയിൻ്റ് മുന്നിൽ എൻ്റെ ഫോണുകളൊക്കെ ഓനാണ് തിന്നു. ഇതിനെങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ആർക്കറിയാം. ഇതിനിങ്ങോട്ട് പുഷ് ചെയ്യാം. ഇങ്ങോട്ടും പുഷ് ചെയ്താലുള്ള നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യം. ഇപ്പോൾ ടൈം എടുക്കണ്ടോ? എനിക്ക് ടൈം എടുക്കാൻ 5 മിനിറ്റ് എനിക്കുണ്ട്. എനിക്ക് ടൈം എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൊടുത്തു. അവനക്ക് മനസ്സിലായതൊരു ത്രെറ്റേ അല്ലാന്ന്. അവൻ്റെ ക്വീനെ സേഫാക്കി. അവനെന്താ പോകാൻ പറ്റുക? എന്തേലും പോകാൻ പറ്റുമോ? എനിക്ക് എന്തേലും പോകാൻ പറ്റുമോ? എന്നാണോ ഒരു സാധനത്തിന് വിട്ടുതരാതെ കളിക്കണം. ഇതിനെ ട്രേഡ് ചെയ്താലോ? ഇപ്പോൾ എന്താ ഞാൻ പെട്ടെന്ന് തോറ്റോളൂ അല്ലേ? എനിക്ക് 2 റുക്കുണ്ട്, ഓനക്കൊരു റുക്കില്ല. അത് അവൻ്റെ റുക്കിന് എൻ്റെ അടുത്തുണ്ടോ? വരും, ഇത് ട്രേഡ് ചെയ്യാൻ നല്ലത്. ട്രേഡ് ചെയ്യട്ടെ. വി വിൽ ബി അപ്പ്. യെസ്, ട്രേഡിങ് ചെയ്യണ തന്നെ നല്ലൊരു മൂവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോയിൻ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഈ നൈറ്റും റുക്കും കുറേ പോണുമാകുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ തന്നെ പോയി. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതേനു. ഒന്നുമില്ല, ഇരുന്ന് തിന്നേനുണ്ട്. ഇനിയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വരുത്താതെ കളിച്ചാൽ നോക്കും. എൻ്റെ 2 പോണിപ്പോൾ ഈ പോണിനൊരു പ്രൊട്ടക്ഷനും ഇല്ല. പ്രൊട്ടക്റ്റ് ചെയ്തു. ഞാൻ അറ്റാക്ക് ചെയ്തു. ഞാൻ തന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തേ ഇവിടെ അല്ല അവിടെ. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അതാ അപ്പം ഞാൻ ഈ ഫോണും കൂടി ഓനക്കാണ് വിട്ടുകൊടുത്തു അല്ലേ? എന്താ എൻ്റെ ഒരു കഥ?
നമുക്ക് ഇതിനോട് പുഷ് ചെയ്താൽ മതി. പിന്നെ അതിനെടുക്കും. എനിക്കാകെ ഒരൊറ്റ ഫോണില്ലതാണ്. ഫ്ലണ്ടർടാ. പക്ഷെ ഞാൻ റിസൈൻ ചെയ്യുമോ? നമ്മൾ റിസൈൻ ചെയ്യൂല. അതാണ് നമ്മളെ പ്രത്യേകത. ഇനിയിപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വല്ലാതെ കാര്യമൊന്നുമില്ല. റിസൈൻ ചെയ്യേണ്ടി വരും. നല്ലൊരു രീതിയിൽ വന്നതേനോ അല്ല. ഓപ്പോസിഷർക്കൊന്ന് സ്റ്റൈൽ മീറ്റ് ആക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അവനക്ക് നല്ല ചിന്തിക്കണം. രണ്ട് പോണ് 21 കിലോ. നമ്മൾ ടൈമെങ്കിലും നല്ല അഡ്വാൻറ്റേജ് എടുക്കണം. അതാ, അയ്യോ ചെങ്ങായി കണ്ടുപിടിച്ചു, ട്രിക്ക് കണ്ടുപിടിച്ചു. എന്താണ് തോറ്റു. ഗെയിം റിവ്യൂ ഒന്നും വേണ്ട.